കിച്ചു. എല്ലാവർക്കും ഇങ്ങോട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന മുട്ട വെച്ചൊരു അടിപൊളി ഡിഷാണ്. എഗ് വെച്ച് എന്ത് ഡിഷ് ഉണ്ടാക്കാൻ പോണേ? നമുക്കൊന്നൊരു അടിപൊളി എഗ് ചില്ലി ഉണ്ടാക്കിയാലോ? അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് എഗ് ചില്ലി ഉണ്ടാക്കണേന്ന്. നാടൻ എഗ് ചില്ലി ഉണ്ടാക്കാൻ നമ്മളൊരു പാൻ അടുപ്പത്ത് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1.25 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി 2 പച്ചമുളക് കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സബോള നൈസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. സബോള ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഗോൾഡൻ ബ്രൗൺ കളർ ആവേണ്ട കാര്യമില്ല, നമുക്ക് ലൈറ്റ് ബ്രൗൺ മതി. ഇപ്പോൾ സബോള ലൈറ്റ് ബ്രൗൺ ആയിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇതേപോലെ ഇളക്കണം. എന്നിട്ട് ഈ മസാലയുടെ പച്ചമണം മാറുന്ന വരെ നമ്മൾ വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ പോയി നല്ല മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. സോയ സോസ് ചേർത്തതിന് ശേഷം ഇളക്കി കൊടുക്കണം. ഇപ്പോൾ സോയ സോസ് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ടൊമാറ്റോ സോസ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കണം. വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കോഴിമുട്ടയാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് 3 കോഴിമുട്ടയാണ്. 3 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്.
അപ്പോൾ അതിൽ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തിട്ട് വെള്ള നമ്മൾ സെപ്പറേറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ആ വെള്ളയാണ് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിനി ഇളക്കി മസാലയായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് കൂടി ഇത് അടുപ്പത്ത് വയ്ക്കണം. ഇപ്പോൾ നമ്മൾ 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത് വീണ്ടും ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നേരത്തെ ചേർത്ത മല്ലിയിലയും കറിവേപ്പിലൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത മുട്ടയുടെ മഞ്ഞ പീസാക്കി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ ചെറിയ പീസാക്കിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് വേണം മുട്ടയുടെ വെള്ളയായാലും മഞ്ഞയായാലും നമ്മൾ ചേർത്ത് കൊടുക്കാൻ. മഞ്ഞ ചേർത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മഞ്ഞ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും ഉടഞ്ഞു പോകും. ഉടഞ്ഞു പോകാതിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കാണാൻ ഭംഗി ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എഗ് ചില്ലി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. ഇത് 3 മുട്ട വെച്ചാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. 2 പേർക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവുള്ളൂ. കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പ്രൊപ്പോർഷണേറ്റ് ആയിട്ട് ഇൻഗ്രീഡിയൻസ് എടുത്ത് ചെയ്താൽ മതി. ഈ എഗ് ചില്ലി പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ കുബൂസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. കുബൂസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാം. നിങ്ങളെല്ലാവരും കാണണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വീണ്ടും കാണാം. ഓക്കെ.